എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഏട്ടമ്പലം നോക്കണ്ട, സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഈ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിലേക്ക് ഒരു എന്തെങ്കിലും കമന്റ് ചെയ്യുക, കുറഞ്ഞ പക്ഷേ ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമന്റ് ആയിട്ടില്ല. കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയങ്കരനായ വേടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ സൂര്യനെക്കാട്ടിലും പ്രകാശത്തിൽ കത്തി ജ്വലിച്ച് നിൽക്കുകയാണല്ലോ. വേടനെ കുറിച്ച് ഒരുപാട് ആളുകൾ വേടനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചില ആളുകൾ വേടനെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ആ ഇൻസൾട്ടാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രിയങ്കരനായ ലജ്ജാപതിയേ നിന്റെ കള്ളക്കട്ടക്കണ്ണിൽ, അങ്ങനല്ലല്ലോ അത്, ലജ്ജാപതിയേ നിന്റെ കള്ളക്കട്ടക്കണ്ണിൽ, ആ പാട്ട് പാടിയ ജാസി ഗിഫ്റ്റ് വേടനെ ഒന്ന് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. MG ശ്രീകുമാർ ഇൻസൾട്ട് ചെയ്ത് പോട്ട്, അതെന്തോ ആട്ട്. അപ്പൊ ഈ ജാസി ഗിഫ്റ്റ് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരന് ചിത്തപ്പള്ളിയായിട്ട് പെരുമഴ വന്ന് വീണതുമായിട്ട് സംബന്ധിച്ച് പുള്ളിക്കാരൻ ഇപ്പോൾ എൻ്റെ പൊന്നളയാവും ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മാപ്പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇൻസൾട്ട് ചെയ്യുന്ന കാണാം. അതാണല്ലോ എൻ്റെ ഒരു രീതി, ഇൻസൾട്ട് ചെയ്യും. ഇപ്പോൾ ഈ ഒരു സമയത്തെ യൂത്ത് ഐക്കണാണ്, റാപ്പ് മ്യൂസിക്കിലെ യൂത്ത് ഐക്കണാണ് ഡെപ്സിയും അതുപോലെ വേടനൊക്കെ. ഇപ്പൊ വേടന്റെയൊക്കെ മ്യൂസിക്കിന്റെ ഒരു പ്രത്യേകത. അയ്യോ സമയമായി 6 മണിക്കാ. അതാണ് സെൻസ് ഓഫ് ഹ്യൂമർ. 6 മണിക്കാണ് ഗാനം. അല്ല, ഇത്രയും സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളില്ല കേട്ടോ. അതായത് ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല, പുള്ളിയുടെ സെൻസ് ഓഫ് ഹ്യൂമർ കാണിച്ചാണ്. അതങ്ങനെ കാണിച്ചിട്ട് ചോദിക്കുമ്പോഴത്തേനും സെൻസ് ഓഫ് ഹ്യൂമറോ എനിക്കോ ഒപ്പോ അവിടുന്ന് ആ ഒരു മൈൻഡ് സെറ്റ് പുള്ളിക്കാരൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ വേടനെ ഇൻസൾട്ട് ചെയ്തതിന് തുല്യമാണ്. നിങ്ങളൊരു ഗായകനാണ്, നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന ഒരു ഗായകനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അയാൾക്ക് വന്നൊരു കോൺട്രവേഴ്സി പറയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ ഇത് മറുപടി പറയുന്നില്ല, വേറെ ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒഴിവാക്കായിരുന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ പുള്ളിയെ ഇൻസൾട്ട് ചെയ്ത സീൻ തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. അതിനെ ഇവര് ഹ്യൂമർ സെൻസ് ആണ്, ഒലക്കട മൂടാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു സാധനത്തിന് നമ്മുടെ നാട്ടിൽ പറയുന്നത് ഒറ്റ സാധനമാണ്, അസൂയ. ഒറ്റ സാധനമല്ല, കണ്ണുകടി, ജലസി എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ. ആ ഒരു സാധനമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. MG ശ്രീകുമാർ ഇതുപോലൊക്കെ പറഞ്ഞിരുന്നു, ഓൾറെഡി ഒരു കോൺട്രവേഴ്സി നിൽക്കുമ്പോൾ നമ്മളൊന്നും പറയേണ്ടെന്ന് കരുതി പറയുന്നതായിരിക്കും, പക്ഷേ ഈ പറയേണ്ടെന്ന് കരുതി അതൊരു കോൺട്രവേഴ്സി ആക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ കമന്റ് ബോക്സിൽ ഭയങ്കരമായിട്ട് കമന്റുകൾ വന്നു. നിങ്ങളൊരു റെസ്പെക്റ്റ് ആയിരുന്നു, നിങ്ങൾ നശിപ്പിച്ചു, നിങ്ങൾ ഇങ്ങനെയാണോ ഒരു ഗായകനെ ട്രീറ്റ് ചെയ്യുന്നത്, അതാണ് ഇതാണ്, മാങ്ങയാണ് തേങ്ങയാണ് ചക്കട മൂടാണെന്നൊക്കെ പറഞ്ഞ് കുറേ കമന്റുകൾ വന്നു. ആയതിനാൽ പുള്ളിക്കാരൻ പബ്ലിക്കിൽ വന്ന് എൻ്റെ പൊന്നനിയ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞില്ലടാ, ഞാൻ നല്ല ഉദ്ദേശിച്ച് പറഞ്ഞാടാ മോനെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ വീഡിയോ ഇട്ടു. നമുക്കത് കാണാം കേട്ടോ. എന്നിട്ട് വേറെ കാര്യത്തിലേക്ക് വരാം. ഞാൻ ജാസി ഗിഫ്റ്റ്, വേടൻ എന്നറിയപ്പെടുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഹിരൺദാസ് മുരളി, അദ്ദേഹവും ഞാനുമായിട്ടുള്ള ഒരു വീഡിയോ ഇങ്ങനെ ഒത്തിരി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കണ്ടന്റാണ്. അതിന്റെ നിജസ്ഥിതി ഇതാണ്. അല്ല, അതിനകത്ത് എന്താണ് തെറ്റിദ്ധരിക്കപ്പെട്ടത്? എന്താണ്? വേടനെ കുറിച്ച് ചോദിച്ചു, മറുപടി പറയാൻ താല്പര്യമില്ലാന്ന് നിങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഉടനെ ഫോൺ എടുത്ത് ഹലോ ഗാനമേളയോ 6 മണിക്കോ എൻ്റെ ഫോട്ടോ എടുക്കുവാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചു. ആ ഒരു ചോദ്യത്തിനാണ് ഉത്തരം പറഞ്ഞതേ ഇല്ല. അത് ഒരാളെ കുറിച്ച് ചോദിക്കുമ്പോൾ അയാളുടെ പേര് വരുമ്പോൾ അയാളെ കുറിച്ച് ഒരു ചോദ്യം വരുമ്പോഴത്തേനും ഈ കോൺട്രവേഴ്സി സംസാരിക്കേണ്ട എന്ന് പറയാനുള്ള മാന്യത പോലും നമ്മൾ കാണിച്ചില്ല. നമ്മൾ അന്നേരത്തേനും ഏത് വേടൻ, ഹലോ വേടനോ, ഹലോ ഗാനമേള എവിടെ 6 മണിക്കോ എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് നിങ്ങൾ കാണിച്ചത്. ചോദിച്ചപ്പോൾ അത് ഹ്യൂമർ സെൻസ് അല്ലേ, ഒയ്യോ എൻ്റെ എളിമയല്ലേ എന്നൊക്കെ പറഞ്ഞെന്നുള്ള രീതിയിലാണ് നിങ്ങൾ അതിനകത്ത് പ്രതികരണം നടത്തിയത്. നിങ്ങളുടെ ഇരിപ്പൊക്കെ കണ്ടു, അയ്യോ ഇത്രയും എളിമയുള്ളൊരു മനുഷ്യൻ വേറെ ഇല്ല. പക്ഷേ പടച്ചു വിട്ട സാധനം അടിപൊളി. ഞങ്ങളുടെ ശാന്തമേ രാത്രിയിൽ എന്ന ഫിലിമിന്റെ ഒരു പ്രൊമോഷന് വേണ്ടി ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേക്ക്, അത് അത്യാവശ്യം കുറച്ച് ദിവസങ്ങൾ മുമ്പെയാണ് നടക്കുന്നത്. ആ സമയം വളരെ ക്രൂഷ്യലായിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ. അപ്പം അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ ക്രൂഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടപ്പുണ്ടായിരുന്നേ. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല. നമ്മൾ ആ ചോദ്യം ഇങ്ങനെ ഒഴുകി മറി സ്കിപ്പ് ചെയ്ത് വിട്ടതാണ്. പക്ഷേ വന്ന് പുള്ളിക്കാരൻ്റെ തലമണ്ടയ്ക്ക് വിട്ടിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്, ഒരു ഇന്റർവ്യൂ വരുമ്പോഴത്തേനും ആ ഇന്റർവ്യൂ വൈറലാണെങ്കിൽ അവിടെ കോൺട്രവേഴ്സി ആയിട്ടൊരു സാധനം നടക്കണം. അത്തരത്തിൽ ഇവർ ഉണ്ടാക്കിയൊരു കോൺട്രവേഴ്സി ആണോ ഇതെന്ന് നമുക്കറിയില്ല, അതോ ഇനി വേറെ എന്തെങ്കിലും കാര്യത്തിൽ ചെയ്താണോ എന്ന് അറിയത്തില്ല. എന്നിരുന്നാലും ആ സാധനത്തിൻ്റെ ഒരു ഇൻസൾട്ടായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് നമുക്ക് വരാം കേട്ടോ, വേറൊരു ഇൻസൾട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പർപ്പസ്ലി അവതാരിക ഇതിനെപ്പറ്റി ചോദിച്ച് ഞങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടെ വന്നതും. അവതാരിക ചോദിച്ചു, ഞങ്ങളെ കൊണ്ട് ആൻസർ പറയിക്കാൻ ഉദ്ദേശിച്ചു. അവതാരകനെ ചോദ്യം ചോദിക്കുന്നത് മാങ്ങ പറിച്ച് ഉപ്പിലിടാണോ എന്ന് മിസ്റ്റർ. അവതാരിക ഒരു ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് അതിന് ഉത്തരം പറയാനായിട്ടാണ്. നമുക്കതിൻ്റെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഉത്തരം പറയാം, 2 എനിക്ക് ഇതിന് ഉത്തരം പറയാൻ താല്പര്യമില്ല എന്ന് പറയാം, മിണ്ടാതിരിക്കാം. പക്ഷെ അതേസമയം നിങ്ങൾ ചെയ്തത് ജെനുവിൻ എന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തിയാണ് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ? ഞങ്ങൾ ആദ്യമേ ഞങ്ങളൊരു തീരുമാനം എടുത്തിരിക്കുന്നു, ഒരിക്കലും
പ്രശ്നം ഉണ്ടാകുന്ന കണ്ടന്റ് ഞങ്ങൾ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. പ്രശ്നം ഉണ്ടാകുന്ന കണ്ടന്റ് ഞങ്ങൾ സംസാരിക്കില്ലെന്ന് പറഞ്ഞ് എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് മൊത്തം നിങ്ങളുടെ കണ്ടന്റ് ആണ്. നല്ലതാ, നല്ല നല്ല തീരുമാനം. ആ തീരുമാനത്തെ ഇങ്ങനെ തന്നെ മാനിക്കണം, ഇങ്ങനെ തന്നെ ഇത് ചെയ്യണം. കറക്റ്റ്, വളരെ 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 ശരിയായ കാര്യമാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ സത്യത്തിൽ ഞങ്ങൾ ആയതാണ് ഈ വീഡിയോ ഇങ്ങനെ വന്നത്. വീഡിയോ വെളിയിൽ വന്നപ്പോഴത്തേക്ക് അതിന്റെ മൊത്തം ലക്ഷ്യം മാറിയാണ് വെളിയിലെല്ലാവരും കണ്ടത് മനസ്സിലാക്കിയത്. അല്ല, വെളിയിൽ വന്നപ്പോൾ ആൾക്കാർ കണ്ടതും മനസ്സിലാക്കിയതും നിങ്ങളവിടെ കാണിച്ച സാധനം തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച സാധനമല്ല നിങ്ങൾ കാണിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച സാധനമല്ല പുറത്ത് ആൾക്കാർക്ക് സ്വീകരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ ഒരു തമാശയാണ് ഉദ്ദേശിച്ചത്, ഫണ്ണ്. പക്ഷെ സംഭവം നൈസായിട്ടൊന്ന് കാല് പതറി വീണതാണ് ഇവിടെ സംഭവിച്ചത്. ഇനിയിപ്പോൾ കിടന്ന് മെഴുകാനേ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ വേടനെ കളത്തി പറയുന്നുണ്ട്, ഞാനും മോഹൻദാസ് മുരളി സിംഗ് ദാസ് മിസ്മായിട്ട് ഒരു അത് ചെയ്യുന്നുണ്ട്, ഒരു ഇത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് അങ്ങനെ ഒരു ടോക്ക് നടക്കുന്നുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് ഇങ്ങനെ ഒരു ടോക്ക് നടക്കുന്നുണ്ട്, ഞങ്ങൾ ആത്മാർത്ഥ മിത്രങ്ങളാണ്, ഞങ്ങൾ തോളെ കൂടെ കൈയിട്ട് ആലുവ മണപ്പുറത്തൂടെ നടന്നതാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ എളുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. വളരെ നല്ല കാര്യമാണ്. കഴിഞ്ഞ ദിവസം MG ശ്രീകുമാർ ഇതുപോലെ വന്നിട്ട് വേടനോ, ഏത് വേടൻ, എനിക്ക് വേടനൊന്നും അറിയാൻ പാടില്ല, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് കേട്ടു. അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ മേടിച്ച മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമയിലെ കുതന്ത്രമന്ത്ര തന്ത്രം ഒന്നും അറിയില്ലടാ, ആ പാട്ട് പാടിയ വേടനെ MG ശ്രീകുമാറിന് അറിയില്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ പലരും ചോദിക്കും എല്ലാവർക്കും വേടനെ അറിയണമെന്ന്. MG ശ്രീകുമാർ വേടനെ അറിയണം. MG ശ്രീകുമാർ സംഗീതമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം ഒരുപാട് പദവികൾ ഈ സംഗീത ടീമുകളായിട്ട് ചേർന്ന് വഹിക്കുന്ന ഒരാളാണ്. അയാൾ അറിയണം വേടൻ ഒരു ഹിറ്റായിട്ട് തന്നെ അവിടെ ഉണ്ടെന്നുള്ള കാര്യം അയാൾ അറിയണം. അതായത് പോരായ്മ തന്നെയാണ് അങ്ങനെ അത് അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ. ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാവും, ഇപ്പൊ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും. ജാസി ഗിഫ്റ്റ് അറിഞ്ഞിട്ടുണ്ട്. അപ്പോഴത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വീഡിയോ ആണ്. ആരെയും ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കാറില്ല. പ്രത്യേകിച്ച് എല്ലാവരും കേൾക്കുന്നതും എൻജോയ് ചെയ്യുന്നത് പോലെ വേടന്റെ പാട്ടിന്റെ ഒരു ഫോളോവറും ഫാനുമാണ് ഞാൻ. പക്ഷെ വേടനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഹലോ ഗാനമേളയോ, 6 മണിക്കല്ലേ ഗാനമേള, എന്നെയാണോ വിളിച്ചത്, ഞാനാണോ വരേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രതികരിക്കും. നമ്മൾ ഡീഗ്രേഡ് ചെയ്യാനൊന്നും ചെയ്തതല്ല, നിങ്ങൾ ഡീഗ്രേഡ് ചെയ്യാൻ ചെയ്തതല്ല. റെസ്പെക്റ്റോടു കൂടിയാണെങ്കിൽ ഇങ്ങനൊരു പ്രതികരണം അല്ലായിരുന്നു നിങ്ങൾ നടത്തേണ്ടത് സുഹൃത്തെ. ഞങ്ങളൊരു ഷോ ഇപ്പോൾ കഴിഞ്ഞ മാസം ചെയ്തതേ ഉള്ളൂ. അതുപോലെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോഴും വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കണ്ടന്റ് ആയിരുന്നു. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. ധരിക്കപ്പെട്ടതല്ല, കറക്റ്റായിട്ട് തന്നെ ആൾക്കാർ ധരിച്ചു. ആൾക്കാരുടെ ധരണമൊക്കെ കറക്റ്റാ. അപ്പോൾ ഇത് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. നമസ്കാരം. ആ മാപ്പ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു ബടി. നമ്മൾ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ. നമ്മൾ ആ മാപ്പ് സ്വീകരിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ ഈ ജാസി ഗിഫ്റ്റ് ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. അതിന് മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സ്കൂളിൽ, ഒരു കോളേജിൽ അങ്ങാണ്ട് ഒരു പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ പാട്ട് പാടിയപ്പോൾ അവിടുത്തെ അധ്യാപക വന്നിട്ട് ഈ പുള്ളിക്കാരനെ ഇറക്കി വിട്ടത് ഈ പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടില്ല. അന്ന് ഈ പുള്ളിക്കാരൻ സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിക്കാം. അതായത് എനിക്ക് അപമാനം വന്നു കഴിഞ്ഞാൽ അങ്ങനെ, ഞാനൊരുത്തിനെ അപമാനിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ, അത് സാധനമാണ്. ഇപ്പൊ ഞാൻ പുള്ളിക്കാരൻ അന്ന് പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. അവിടുത്തെ പ്രിൻസിപ്പള് നമ്മൾ പാടിക്കൊണ്ടിരുന്ന സമയത്ത് വന്നു കയറി മൈക്ക് കയ്യിൽ നിന്ന് തട്ടി പറിച്ച് അവര് പരിപാടി നിർത്താൻ ശ്രമിച്ചു. അവര് പറഞ്ഞ റീസണുകളൊന്നും എന്റെ കൂടെ പാടിയ ഒരു പയ്യൻ സ്റ്റേജിൽ വന്നു എന്നുള്ളതാണ് ഒരാവശ്യമില്ലാത്തൊരു റീസണായിട്ട് പറഞ്ഞത്. ഞങ്ങളുടെ കോളേജുകളിൽ പാടാൻ പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം, നമുക്ക് എന്തായാലും പ്രസംഗിക്കാൻ അറിയില്ല, പാട്ട് കേൾക്കാനാണ്. നമ്മുടെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള 3-4 സോങ്സ് ഞങ്ങൾ പാടും. ഞങ്ങളുടെ പാട്ടിനനുസരിച്ച് ഞങ്ങൾ കുട്ടികളെല്ലാവരും എൻജോയ് ചെയ്യാറുണ്ട്. ഇത് കാരണമാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ കോളേജുകാരെ വിളിച്ചിട്ടാണ് പോകുന്നത്. കോളേജ് വിളിക്കുമ്പോഴത്തേക്ക് തന്നെ അവിടുത്തെ മാനേജ്മെന്റുമായിട്ട് എല്ലാം പറഞ്ഞ് റെഡിയാക്കിയാണ് പോകുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അവർക്ക് സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് സംഭവങ്ങൾ ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് പറയാനുള്ള ഒരു രീതിയുണ്ട്. സ്റ്റേജിലേക്ക് അവർ വന്ന് പുള്ളിക്കാരൻ്റെ മൈക്ക് പിടിച്ച് മേടിച്ച് ഇവിടെ പാടാൻ പറ്റത്തില്ല, ഇറങ്ങണം ഇവിടുന്ന്, കടക്ക് പുറത്ത് എന്നല്ല പറയേണ്ടത്. പറയുന്നതിന് ഒരു രീതിയുണ്ട്. അതേ ഞാനും പറയുന്നുള്ളൂ. നമ്മളൊരു ഇന്റർവ്യൂവിൽ ഇരുന്ന് നമ്മളെപ്പോലെ തന്നെ പ്രശസ്തനായ, അല്ലെങ്കിൽ നമ്മൾക്കുപരി പ്രശസ്തനായ, നമ്മളെക്കാൾ കൂടുതൽ ഫാൻ ബേസ് ഉള്ള, തെറ്റില്ലല്ലോ, കറക്റ്റാണ് ഞാൻ പറഞ്ഞത്, ഫാൻ ബേസ് ഉള്ള ഒരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേനും ആ പറയുന്നതിന് ഒരു രീതിയുണ്ട്. ആ രീതി നമ്മളവിടെ പാലിച്ചില്ല. അതാണ് നമ്മളെ ഇറക്കിയതിന്റെ കാരണം. ബാക്കി പറഞ്ഞേ. പക്ഷേ ആ ടീച്ചർ പറഞ്ഞത് ഭയങ്കര ആർക്കും അങ്ങോട്ട് ദഹിക്കുന്ന രീതിയിലായിരുന്നില്ല. മൈക്ക് വന്ന് പിടിച്ച് ആവശ്യമുണ്ട് പോയായിരുന്നു. 2-3 കാര്യങ്ങൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നേരത്തെ പറയാം, ഇല്ലെങ്കിൽ നമ്മൾ പെരുമാറേണ്ട ഒരു രീതി കറക്റ്റ് ആയിരുന്നില്ല എന്ന് നമുക്ക് തോന്നി. പെരുമാറേണ്ട ഒരു രീതി കറക്റ്റ് ആയിരുന്നില്ല. അതായത് നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ, നമ്മളെ ഒരാൾ അപമാനിക്കുമ്പോഴത്തേനും പെരുമാറിയ രീതി കറക്റ്റ് അല്ലേ? കറക്റ്റായിട്ട് എന്നോട് പെരുമാറണേ. നമ്മളൊരുത്തൻ്റെ അടുത്ത് പെരുമാറുന്ന ആ രീതിയൊന്നുമില്ല. അവനല്ലേ, അവനോട് എന്ത് രീതി നല്ലതവനെ. എനിക്ക് മാത്രമല്ല അവിടുത്തെ കുട്ടികൾക്ക് ആർക്കും അത് ഇഷ്ടപ്പെടുകയുണ്ടായില്ല. കാര്യം വെച്ചാൽ അവരെല്ലാവരും അത് കഴിഞ്ഞ് വൈകുന്നേരം വരെ ഒരു സ്ട്രൈക്കിന്റെ ലെവലിലേക്ക് പോവുകയും ചെയ്തു. അവരുടെ അതൃപ്തി പ്രകടിപ്പിക്കുകയുണ്ടായി. കാര്യം അവരെല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു. മാനേജ്മെന്റിന് അധികം സഹായം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരുടെ ഒരു
കമ്മ്യൂണിറ്റി നിന്ന് സ്ട്രോങ് ആയിട്ട് നടത്തിയ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോഴും പല പല കാര്യങ്ങൾ അറിയാലോ, പ്രത്യേകിച്ച് ഈഗോസ് വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ പല പല കാര്യങ്ങളായിരിക്കും അതിന്റെ പറയുള്ളൂ. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അതിനെപ്പറ്റി നമുക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ഒരുപക്ഷെ ഈഗോ വർക്കൗട്ട് ആയതായിരിക്കാം, ഒരുപക്ഷെ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായതായിരിക്കാം, ഒരുപക്ഷെ ഞാനാണ് ഈ ലജ്ജാപതിയെ പോലത്തെ ആദ്യത്തെ റാപ്പുമായിട്ട് വന്നത്, മച്ചോനെ എന്നിട്ട് വേർത്ത് വന്ന് ആ പേര് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈഗോ അടിക്കത്തില്ലേ? നമുക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ട്. എന്താ അവിടെ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഏതായാലും മറ്റൊരാളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതൊരു ഇൻസൾട്ടായിട്ട് തന്നെയാണ് മെജോറിറ്റി ഭൂരിഭാഗം ആളുകൾക്കും ഫീൽ ചെയ്തത്. ചില ആളുകൾക്ക് അല്ലാതെ തോന്നിയിട്ടുണ്ടാകും. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഫീൽ ചെയ്തത്. അങ്ങനെ ചെയ്യാതിരിക്കായിരുന്നു. ഇനിയെങ്കിലും സെലിബ്രിറ്റീസ് ആരെങ്കിലും നമ്മളെ കാണുന്നുണ്ടെങ്കിൽ വേടനെ ആവശ്യമില്ലാതെ കയറി ചൊറിയാതിരിക്കുക. കാരണം നിങ്ങൾ ഏറി കയറും, പിന്നെ ഇറങ്ങാൻ ഒരു ലേശം പാടാണ്. അതാണ് വേടൻ്റെ ഇവിടുത്തെ ഒരു ബേസ് എന്ന് പറയുന്നത്. വേടൻ്റെ മറ്റേ ലഹരിയോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ കഴിവിനെ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിച്ചു കൊടുക്കണം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ പറ്റും.